يهده فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു രാവിൻ്റെ ശ്രേഷ്ഠത, ഒരു രാവിൻ്റെ മഹത്വം ഒരു മാസം മുഴുവനും നീണ്ടു നിൽക്കുന്നു. റമളാൻ എന്ന മാസത്തിൻ്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങിയ മാസം എന്നതാണ്. ആ ഇറങ്ങിയ ഒരു രാവുണ്ട്, ആ രാവാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു എന്ന് പറഞ്ഞാൽ ആ ഹു ഖുർആനാണ്. തീർച്ചയായും നാം അതിനെ ഇറക്കി എന്ന് പറഞ്ഞാൽ ആ ഹു എന്നത് ഖുർആനാണ്. അതിറക്കിയ രാവാണ് ലൈലത്തുൽ ഖദർ. ആ ഒരു രാവുള്ളത് കൊണ്ടാണ് ഒരു മാസം മുഴുവനും പ്രത്യേകമാകുന്നത്. ലൈലത്തുൽ ഖദർ നിർണയത്തിൻ്റെ രാത്രിയാണ്. നമ്മുടെ ഒരു വർഷത്തെ, നമ്മുടെ റിസ്ഖും നമ്മുടെ ആയുസ്സും നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും റബ്ബ് ഒരു തീരുമാനമെടുക്കുന്ന, നിർണയിക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അതിൽ നമുക്ക് സലാം, രക്ഷയാണ്, സമാധാനമാണ് ഉണ്ടാകേണ്ടത്. ആ ഒരു വർഷക്കാലത്തെ അള്ളാഹുവിൻ്റെ നിർണയത്തിൽ ആ നിർണയം നമുക്ക് അനുകൂലമായി മാറാൻ നമ്മൾ ആ രാവിനെ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, മഹത്വങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതൊരു സ്പെഷ്യൽ രാവാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, റസൂലേ, എന്താണ് സ്പെഷ്യലായിട്ട് അന്ന് വല്ലതും പറയേണ്ടതുണ്ടോ, ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയാണല്ലോ, ഒരു വിശേഷ ദിവസം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. സഹോദരങ്ങളെ, അവസാനത്തെ 10 പ്രവേശിച്ച ദിവസം മുതൽ നമ്മളിത് പറഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ദുആകളിൽ, പ്രാർത്ഥനകളിൽ ആവർത്തിച്ചു വരുന്നത് ഈ വാക്കായിരിക്കും. എങ്കിൽ സഹോദരങ്ങളെ, ഇതിൻ്റെ ആശയവും പൊരുളും നമ്മളൊന്നറിയണം, അറിഞ്ഞു പറയണം.
ഇതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണ്. അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസില്ലാത്ത ഇബാദത്തിന് കൽപ്പനയില്ല. വമാ ഉമിറു, നിങ്ങൾക്ക് കൽപ്പനയില്ല. ഇല്ലാ ലിയഅ്ബുദല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് കൽപ്പനയില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസില്ലാത്ത ഇബാദത്ത് കൽപ്പിച്ചിട്ടില്ല. അപ്പോ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന ഇബാദത്താണ്. ആ ഇബാദത്ത് ആത്മാർത്ഥമായി പറയണം, എങ്കിൽ മാത്രമേ അത് അല്ലാഹു സ്വീകരിക്കുള്ളൂ. എന്താണ് ആത്മാർത്ഥമായി പറയാന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തിൻ്റെ ആത്മാർത്ഥത നമ്മളെ ഹൃദയത്തിൽ തട്ടുമ്പോൾ, നമ്മളത് തിരിച്ചറിയുമ്പോൾ, അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥത ഇഖ്ലാസ് ഉണ്ടാവുക. ആ ഇഖ്ലാസോടുകൂടി പറയുമ്പോഴാണ് അല്ലാഹു കബൂൽ ചെയ്യുക. എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്നതാണ്. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ റബ്ബിനോട് ഈ കാര്യം പറയുമ്പോൾ അതെത്രമാത്രം വലിയ കാര്യമാണ് നമ്മൾ പറയുന്നതെന്ന ബോധം നമുക്കുണ്ടാകണം. ഒരു ദുആയും ഒരു ദിക്റും ഹൃദയത്തിൽ തട്ടാതെ പറയരുത്, അല്ലാഹു സ്വീകരിക്കൂല. വലാ തകും മിനൽ ഗാഫിലീൻ, അശ്രദ്ധയോടുകൂടി ഒരു ദിക്റ് പോലും നമ്മളെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് റബ്ബിലേക്ക് ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഹൃദയത്തിൽ തട്ടി മനസ്സറിഞ്ഞാണ് റബ്ബിലേക്ക് നമ്മൾ ഈ പ്രാർത്ഥനയുമായി കൈ ഉയർത്തുന്നതെങ്കിൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗമുണ്ട്. ഒന്ന് അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്നതാണ്. അല്ലാഹുവേ, നീ തീർച്ചയായും നീ അഫൂവാണ്. സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് കളവായി പോകും. നമ്മൾ പറയുന്നത് കളവായി പോകും. എപ്പോൾ നമ്മൾ ഒരാളോട് പറയാണ് നീ ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറയുന്നത്, അതറിയാതെ പറഞ്ഞാൽ അത് കളവല്ലേ? നീ ഇന്ന ആളാണ് എന്ന് പറയുന്നത് അറിയാതെ പറഞ്ഞാൽ, വെറുതെ പറഞ്ഞാൽ അതൊരു പരിഹാസമാകില്ലേ, കളവാകില്ലേ? അള്ളാഹിനെ പറ്റി നമ്മൾ പറയണം അല്ലാഹുവേ നീ അഫൂവാണ് എന്ന്. അറിഞ്ഞിട്ടാണോ പറയണത്? അല്ലാഹുവിന്റെ നാമമാണ് അഫൂവ്. അത് ബോധ്യപ്പെട്ടാണോ പറയുന്നത്? ഇല്ല എങ്കിൽ കളവായി പോകൂലേ? ഗൗരവമുള്ള കാര്യമല്ലേ? അഫൂവാണ് നീ. അള്ളാഹിനെ പറ്റി ഏതൊരു കാര്യവും അള്ളാഹ് പറഞ്ഞിട്ടല്ലാതെ നമുക്കറിയാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞിട്ടല്ലാതെ അള്ളാഹിനെ പറ്റി ഒരു കാര്യവും നമുക്കറിയാൻ കഴിയില്ല. അള്ളാഹു അവന്റെ കലാമിലൂടെ പറയും. അള്ളാഹുവിന്റെ കലാമിലൂടെ പറയും. അള്ളാഹുവിന്റെ സംസാരത്തിലൂടെ പറയും. ആ കലാമാണ് ഖുർആൻ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ 5 തവണ അള്ളാഹ് അഫൂവാണെന്ന്. കണ്ടിട്ടുണ്ടോ നമ്മൾ? കണ്ടിട്ടുണ്ടോ നമ്മൾ? അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? അറിയാതെ പറഞ്ഞാൽ ഇത് കളവാകില്ലേ? 5 സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു അള്ളാഹ് അഫൂവാണെന്ന്. അതിൽ 4 സ്ഥലത്ത് അഫവിന്റെ കൂടെ ഗഫൂർ എന്ന് ചേർത്ത് പറഞ്ഞു. അഫവൻ ഗഫൂർ എന്ന് 4 സ്ഥലത്ത് പറഞ്ഞു. ഒരു സ്ഥലത്ത് അഫൂവൻ കദീർ, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും എന്ന് പറഞ്ഞു. 4 സ്ഥലത്ത് മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനും എന്ന് പറഞ്ഞു. എന്താണ് ഈ മാപ്പ് കൊടുക്കലും പൊറുക്കലും? രണ്ടും ഒന്ന് തന്നെയാണോ? എന്താണ് അഫ്വ്? എന്താണ് മഗ്ഫിറത്ത്? നമ്മൾ അറിയണ്ടേ? മാപ്പും പൊറുക്കലും ഒന്നാണോ? എന്താണ് മഗ്ഫിറത്ത്? പൊറുക്കൽ എന്താണ്? ഉപാധി വെച്ചിട്ടുള്ള ഉപാധി വെച്ച് ഇത് ചെയ്താൽ നിനക്ക് പുറത്തു തരും, ഈ ദിക്ർ ചൊല്ലിയാൽ 100 പാപം പൊറുക്കപ്പെടും. ചൊല്ലിയാൽ നിബന്ധനയുണ്ട്. ഈ പ്രവൃത്തി ചെയ്താൽ, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരായത്തില്ലേ? ഏതാണ് ആയത്ത്? ഇന്ന് നമ്മൾ കേട്ടല്ലോ. ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഖൗലൻ സദീദ പറഞ്ഞാൽ, നല്ല വാക്ക് പറഞ്ഞാൽ, യഗ്ഫിർ ലക്കും, നിനക്ക് പുറത്തു തരും. ഒരു സംഗതി പറഞ്ഞിട്ട് ഇന്നത് ചെയ്താൽ പുറത്തു തരും. ഇതാണ് മഗ്ഫിറത്ത്. അഫ്വ് എന്താ? മാപ്പ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് മഗ്ഫിറത്തിന് മീതയാണ്. മഗ്ഫിറത്തിന് മീതയാണ്. കാരണം ഉപാധികളില്ലാതെ റബ്ബ് നമുക്ക് അങ്ങോട്ട് മാപ്പ് തരും. മറ്റത് നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് പുറത്തുതരാന്ന, മറ്റത് ഉപാധി ഇല്ലാതെ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം നമുക്ക്. ബനി ഇസ്രായേലിൽ ഒരു പെണ്ണ്, ഒരു ദുർനടപ്പുകാരിയായ പെണ്ണ്
ഒരു കിണറിനെ അടുത്ത് ദാഹിച്ചു വലഞ്ഞ് നിൽക്കുന്ന ഒരു നായനെ കണ്ടപ്പോ കിണറിലിറങ്ങി തന്റെ ഷൂവിൽ വെള്ളമെടുത്ത് നായക്ക് കൊടുത്തു. അപ്പോ അല്ലാഹു പറയാണ്, ആ പെണ്ണ് സ്വർഗത്തിലാണ്. എന്താണത്? എല്ലാ തുറന്നടപ്പുകാരിയായ പെണ്ണിന് നായ്ക്ക് വെള്ളം കൊടുത്താൽ സ്വർഗം കിട്ടുന്നതാണോ? ആണോ? അല്ല, പിന്നെന്താ? അത് അള്ളാന്റെ ആശയാണ്. അള്ളാന്റെ അധികാരത്തിൽ മാത്രം പെടുന്ന ഉപാധികളില്ലാതെ റബ്ബ് കൊടുക്കും. അതാണ് അഫ്വ്. സഹോദരങ്ങളെ, ആ അഫ്വാണ് നമ്മളൊക്കെ കൊതിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. കാരണം പറഞ്ഞത് പലതും ചെയ്യാൻ പറ്റാത്തവരാണ് നമ്മൾ. ഇന്നത് ചെയ്താൽ ഇന്ന പാപം പുറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതം. എങ്കിൽ നമുക്കതിനെല്ലാം അപ്പുറം റബ്ബിന്റെ ഒരു മാപ്പിനെ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ മാപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. സൂറത്ത് മുജാദലയിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, അല്ലാഹു അഫ്വാണ് എന്ന്. എന്താ അവിടെ വിഷയം? ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു പറയാണ്, അല്ലാഹു മാപ്പ് നൽകും, അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്, അതിൽ തർക്കമൊന്നുമില്ല. അത് നമുക്ക് ബോധ്യപ്പെടണം ചില കാര്യങ്ങളിലൂടെ. കാരണം എന്താണെന്നറിയോ? അത് ബോധ്യപ്പെടേണ്ടത് മനുഷ്യനായ നമ്മള്, അള്ളാന്റെ പടപ്പായ നമ്മള് മാപ്പ് കൊടുക്കേണ്ട പലർക്കും മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. അല്ലാഹുവാണ്, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനാണ്. പക്ഷെ എനിക്കത് പറ്റൂല. നമ്മൾ മാപ്പ് കൊടുക്കേണ്ടവരുമുണ്ട്, പലരുടെയും മാപ്പ് നമുക്ക് കിട്ടേണ്ടതുമുണ്ട്. ഇത് രണ്ടും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമായ തുഹിബുൽ അഫ്വ അത് വെറുതെയാണ്. മാപ്പിനെ നിനക്കിഷ്ടമാണ്, അള്ളാഹ്ക്കിഷ്ടാണ്, പക്ഷെ എനിക്കിഷ്ടല്ല, എനിക്ക് മാപ്പ് കൊടുക്കാൻ ഇഷ്ടമല്ല. അവിടെയാണോ നമ്മളുള്ളത് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പ്രാർത്ഥന വെറുതെയാണ്. ഈ പ്രാർത്ഥന വെറുതെയാണ്. സൂറത്ത് നിസായിലാണ് ഈ 5-ൽ 3 സ്ഥലം. നിസാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. സ്ത്രീകളാണ്. സ്ത്രീകൾ കുടുംബത്തിന്റെ പ്രതീകമാണ്, കുടുംബ വിഷയങ്ങളാണ്. 3 സ്ഥലം അഫ്വ് എന്ന് പറഞ്ഞ സൂറത്ത് നിസായില. ഒരു സ്ഥലം സൂറത്ത് മുജാദലയിലാണ്. എന്താണ് മുജാദില? വിഹാറി എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിയുമായി തർക്കം നടത്തി വന്ന പെണ്ണ്. അല്ലാഹു പറഞ്ഞു, ആ പെണ്ണിന്റെ സംസാരം അല്ലാഹു കേട്ടിട്ടുണ്ട്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. തന്റെ ഭർത്താവിന്റെ വിഷയവുമായി നബിയെ താങ്കൾ അടുക്കൽ വന്ന് ഫതഷ്തകി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആവലാതി ബോധിപ്പിച്ച പെണ്ണിന്റെ സംസാരം അല്ലാഹു കേട്ടിട്ടുണ്ട്. സഹോദരങ്ങൾ, അർശിൽ നിന്ന് ആയത്തിറങ്ങാണ്, അല്ലാഹു കേട്ടിട്ടുണ്ടെന്ന്. എന്താ വിഷയം? വിഹാറാണ്. എന്താ വിഹാറ്? ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പറയും, ഞാൻ എന്നെ ഒഴിവാക്കി, എനിക്കെന്നെ വേണ്ട. സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു ആണിൽ നിന്ന് പൂർണ്ണമായും ഉണ്ടാകേണ്ടത് മാപ്പാണ്. പല തവണ മാപ്പ് കൊടുക്കേണ്ടി വരും. അത് പെണ്ണിന്റെ പ്രത്യേകതയാണ്, സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയാണ്. ഒരു പെണ്ണിന്റെ നിലനിൽപ്പാണിന്റെ മാപ്പിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ലിഹാർ എന്താ? ലിഹാർ ജാഹിലിയാക്കാത്തൊരു സമ്പ്രദായമുണ്ട്. പെണ്ണിനോട് ദേഷ്യം പിടിച്ചാൽ പറയും, നീ എനിക്ക് എന്റെ ഉമ്മാനെ പോലെയാണേന്ന്. അല്ലാഹുവിലേക്ക് പറയാൻ പാടില്ല. അത് അങ്ങേ അറ്റം ഗുരുതരമായ കാര്യമാണ്. വഇന്നഹും യഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറ. നീ എനിക്ക് എന്റെ അമ്മയെ പോലെ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ തമ്മിൽ ലൈംഗിക ബന്ധമില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയ സഹോദരങ്ങളെ. ഈ പറഞ്ഞ വാക്ക് അത് അങ്ങേയറ്റത്തെ പാപമാണ്, അസത്യമാണ്, പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലാഹു അഫ്വുൻ ഗഫൂർ. അല്ലാഹു അഫ്വാണ്, ഗഫൂറാണ്, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനും പൊറുക്കുന്നവനുമാണ്. എന്താ അവിടെ വിഷയം? ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് സ്വന്തം ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്തവന് അല്ലാഹുമ്മ ഇന്നക അഫ്വു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത്. അല്ലാഹു അഫ്വാണെന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. മാപ്പ് കൊടുക്കേണ്ടത് കൊടുക്കണം. പല കുടുംബങ്ങളിലും പല സ്ഥലത്തും പലരും അങ്ങനെ ജീവിക്കുകയാണ്. എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? മക്കളൊക്കെ മുതിർന്നു, വലിയ മക്കളായി, ഇനിയിപ്പോ തലാഖൊന്നും പറ്റൂല. പക്ഷേ അതുപോലെയുള്ള ജീവിതം എത്ര സ്ത്രീകളുണ്ടെന്നറിയോ? പലപ്പോഴും ചില അബദ്ധങ്ങൾ സ്ത്രീകൾക്ക് വന്നുപോയി.
ചില അബദ്ധങ്ങൾ വന്നുപോയി, ചില തെറ്റുകൾ വന്നുപോയി. അതിന്റെ പേരിൽ ഒന്നും മിണ്ടാതെ, വർത്തമാനം പറയാതെ, കാണുന്നവർക്ക് അവർ പോകുന്നു വരുന്നു വരെ വീട്ടിലാണ്, അവളെ കൊണ്ടയാക്കിയിട്ടൊന്നുമില്ല, ഒരുമിച്ചാണ്. പക്ഷേ ഒരു തലാഖിനേക്കാൾ അപ്പുറമുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഒന്ന് ചിരിച്ചു കാണാൻ ദിവസങ്ങളോളം ആ പെണ്ണ് കൊതിച്ചിട്ടുണ്ടാകും, ആഗ്രഹിച്ചിട്ടുണ്ടാകും. തന്റെ ഭർത്താവിന്റെ ഒരു മാപ്പിന് വേണ്ടി ആ പെണ്ണ് കൊതിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് നൽകാൻ തയ്യാറാകാതെ, അതിന് മനസ്സ് വരാതെ, മാപ്പ് കൊടുക്കാൻ തയ്യാറാകാതെ ജീവിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് സഹോദരങ്ങളെ? അല്ലാഹു അഫ്വാണെന്ന് പറഞ്ഞൊരു വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം സൂറത്ത് ഹജ്ജിൽ അല്ലാഹ് പറയുകയാണ്, ആവർത്തിച്ചൊരു മുസ്ലിം പീഡനത്തിനിരയായി, ഒരു പാവം സാധു അക്രമത്തിന് വിധേയരാകുന്നു. ഹിജറ വന്നവർ, ആദ്യകാലത്തെ വിശ്വാസികൾ ആവർത്തിച്ച് എന്നിട്ട് പലപ്പോഴും പ്രതികരിക്കാൻ കഴിയില്ല. പ്രതികരിക്കാൻ കഴിഞ്ഞാലും അതേപോലെ രൂപത്തിൽ അങ്ങോട്ട് പ്രതികരിക്കാതെ മാപ്പ് കൊടുക്കാൻ സാധിച്ചാൽ അല്ലാഹു അവനെ സഹായിക്കും. അല്ലാഹ് അവരെ സഹായിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും അങ്ങനെയാണ്. പല വാക്കുകളും ചിലപ്പോൾ നമ്മൾ കേട്ട് പോരേണ്ടി വരും. അങ്ങാടിയിലിട്ട് പരസ്യമായിട്ടാ ചീത്ത പറഞ്ഞത്, ആളുകൾക്കിടയിലിട്ട് അവശരാക്കിയത്. പക്ഷേ അത് ഞാൻ മാപ്പ് കൊടുക്കൂലെന്നാ, ആൾക്കാരടിയിലിട്ട് പറഞ്ഞതിന് ഞാൻ മാപ്പ് കൊടുക്കൂല, എന്നെ വഷളാക്കിയതാ. സഹോദരങ്ങൾ, അല്ലാഹ് പറയാ, അവിടെ ഒരു വർത്തമാനം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാതെ നീ മാപ്പ് കൊടുത്തു പോന്നാൽ അല്ലാഹ് വേറെ രൂപത്തിൽ നിന്നെ സഹായിക്കും. ആ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹായമായിരിക്കും. നമ്മൾ ഒരു പ്രതിസന്ധി നീങ്ങലായിരിക്കും, ഒരു രോഗം മാറ്റിത്തരലായിരിക്കും, ഒരു പ്രതിസന്ധി നീക്കി നമ്മളെ കടബാധ്യതകൾ നീക്കിത്തരലായിരിക്കും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർത്തു തരലായിരിക്കും, നമ്മളെ മനസ്സിന്റെ ഇതുവരെയുള്ള വേദനകൾ റബ്ബ് പരിഹരിച്ചു തരലായിരിക്കും. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ വിഷയം, അവിടെയും അഫ്വാവണം. അല്ലാഹു അഫ്വാണ്. നമുക്കും മാപ്പ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് അതിന് സാധിക്കണം. സൂറത്ത് നിസായിലെ വിഷയത്തിൽ അല്ലാഹ് പറയാണ്, ഒന്ന്, സത്യവിശ്വാസം സ്വീകരിച്ച് പല നിലക്കും ഉപദ്രവിക്കപ്പെടുന്ന പാവങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അല്ലാഹു അത് വേറെ രൂപത്തിൽ കൊടുക്കും. ആരൊക്കെയാണ്? ഇല്ലൽ മുസ്തൽഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ. പാവപ്പെട്ട സ്ത്രീകള്, ദുർബലരായ വയസ്സായ ആളുകള്, കുട്ടികൾ, ലാ യസ്തതിഉന ഹീലത്തൻ, അവർക്കൊരു തന്ത്രവും അറിയില്ല, അവർക്ക് മറ്റൊരു ഉപായങ്ങളും ഒരു തന്ത്രങ്ങളും അറിയില്ല. വലാ യഹ്തദൂന സബീല, വേറൊരു മാർഗവും സ്വീകരിക്കാൻ അറിയില്ല. ഫഉലൈക അസല്ലാഹു അൻ യഅഫു അൻഹും, അല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തേക്കാം. വകാന അല്ലാഹു അഫുവൻ ഗഫൂറ, അല്ലാഹു അഫുവും ഗഫൂറുമാണ്. നോക്കൂ നിങ്ങൾ, ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുന്ന പലരും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ഉപദ്രവിക്കപ്പെടുന്ന പലരുടെയും അക്രമങ്ങളാൽ പല രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വിധേയരാകുന്ന പാവപ്പെട്ടവർ, പല രാജ്യത്തിന്റെയും രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ ഓരോ രാജ്യത്തിന്റെയും അധിപതികളുടെയും ഒക്കെ ഭരണാധികാരികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്ന എത്രയോ വൃദ്ധരായ ആളുകൾ, എത്രയോ പുരുഷന്മാർ, എത്രയോ സ്ത്രീകളും കുട്ടികളുമുണ്ട്. അല്ലാഹ് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിടാൻ പാടില്ല, ഏത് സാഹചര്യങ്ങളിലും അതുണ്ടാകാൻ പാടില്ല, ക്ഷമിച്ചു നിൽക്കണം. അല്ലാഹ് പറയാണ്, അല്ലാഹ് സഹായം കൊടുക്കും, അല്ലാഹു അവരെ സഹായിക്കും, അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യും. അല്ലാഹുവരോട് വേറൊരു മാർഗത്തിലൂടെ അല്ലാഹു അവർക്ക് മറ്റൊരു മാർഗം കാണിച്ചു കൊടുക്കും. അല്ലാഹു അഫുവൻ ഗഫൂറുമാണ്. അല്ലാഹ് അഫുവാണെന്ന് പറഞ്ഞ മറ്റൊരു വിഷയം, വതഅഫു അൻ സൂഇൻ, ദുഷ്പ്രവൃത്തി മാപ്പ് ചെയ്തു കൊടുക്കുക. അല്ലാഹ് പറയാ, ദുഷ്പ്രവൃത്തി മാപ്പ് ചെയ്തു കൊടുക്കുക. ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ, അല്ലാഹു അഫുവും ഖദീറുമാണ്. എന്താണ് പറഞ്ഞത്? ഒരു ദുഷ്പ്രവൃത്തി, ഇവിടെ ഇതിന്റെ മുമ്പുള്ള ആയത്തല്ല പറഞ്ഞത്, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ, ചീത്ത ദുഷിച്ച വാക്ക് ഉറക്കെ വിളിച്ചു പറയൽ അല്ലാഹ്ക്ക് ഇഷ്ടല്ല. ലാ യുഹിബ്ബുല്ലാഹ്, അല്ലാഹ്ക്ക് ഇഷ്ടല്ല. ദുഷിച്ച വാക്ക് ഉറക്കെ വിളിച്ചു പറയാ. ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അത് വിളിച്ചുറക്കെ പറയൽ അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നിട്ട് പറയാണ്, ഈ ഒരു ദുഷ്പ്രവൃത്തി നീ മാപ്പ് ചെയ്തു കൊടുക്കണം. അള്ളാഹു അഫുവും ഖദീറുമാണ്. എന്താണ് സഹോദരങ്ങൾ ഈ പറഞ്ഞ 5 സ്ഥലങ്ങളിൽ മറ്റൊരു സ്ഥലം തയമ്മുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താ തയമ്മം? അല്ലാഹ് തരുന്ന മാപ്പുകൾപ്പെട്ട, അല്ലാഹ് തരുന്ന ഇളവുകളിൽപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അല്ലാഹ് തരികയാണ്. അല്ലാഹ് ഉളുണ്ടാക്കാൻ പറഞ്ഞു, ഉളുണ്ടാക്കൽ നിർബന്ധമാണ് നിസ്കാരം കബൂലാക്കണമെങ്കിൽ. ഇനി ഒരാൾക്ക് രോഗിയായി,
അള്ള പറയാണ് അങ്ങനെ രോഗം വെച്ചിട്ട് തയമ്മം ചെയ്ത് അടങ്ങാറാകണ്ട. വെള്ളം കിട്ടിയില്ല, തയമ്മം ചെയ്യണം. എന്നിട്ട് ആ തയമ്മത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയാണ് ഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറാ. വുളു ചെയ്യുമ്പോ കൈയും കാലും ഒക്കെ മുഴുവനായിട്ട് കൈയും കാലൊക്കെ തടവി കാലൊക്കെ കഴുകണം. എന്നാൽ തയമ്മെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. എന്താണ് അല്ലാഹു പറയാ? ഫതയമ്മമു സഈദൻ തയ്യിബ, വൃത്തിയുള്ള ഒരു സ്ഥലം, വൃത്തിയുള്ള മണ്ണ്, ഒരു വൃത്തിയുള്ള ഒരു പ്രദേശം അവിടെ അടിക്കുക. അടിച്ചിട്ട് മുഖം തടവുക, കൈയിന്റെ രണ്ട് പുറം ഭാഗവും തടവുക, മുട്ട് വരെ ഇല്ല. അതാണ് തയമ്മെന്ന് പറഞ്ഞാൽ. അടിച്ചതിന് വൃത്തിയുള്ള ഒരു പ്രതലത്തിൽ അടിച്ചതിന് ശേഷം, അത് നല്ല മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത്, അവിടെ അടിച്ചതിന് ശേഷം ആ അടിച്ച കൈ കൊണ്ട് മുഖം തടവി, പിന്നീട് ആ ഒരു കൈ വലത് കൈയും ഇടത് കൈയും, വലത് കൈ തടവി ഇടത് കൈ തടവി, അതിന്റെ പുറം ഭാഗം ഉൾഭാഗമില്ല, അതിന്റെ പത്തി മാത്രം മുട്ട് വരെ വേണ്ട. ഇതാണ് തയമ്മെന്ന് പറഞ്ഞാൽ. അള്ളാഹു അത്രക്ക് എളുപ്പാക്കി കൊടുത്തു. പടച്ചോൻ എളുപ്പമാക്കി, ലളിതമാക്കി അള്ളാഹു തആല എളുപ്പാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ റബ്ബ് പറഞ്ഞു. എന്നിട്ട് തയമ്മം എന്ന ഒരു ഉദാഹരണത്തെക്കുറിച്ച് അള്ള പറഞ്ഞിട്ട് പറയാ, പ്രയാസങ്ങൾ അള്ള ലഘൂകരിച്ച് തരികയാണ്, ബുദ്ധിമുട്ട് അള്ള ഇല്ലാതാക്കി തരികയാണ്, കഷ്ടപ്പാട് അള്ള ഇല്ലാതാക്കി തരികയാണ്. എന്നിട്ട് അള്ള പറഞ്ഞു അല്ലാഹു അഫൂവൻ ഗഫൂറാണ് എന്ന്. സഹോദരങ്ങളെ, ഒരാളെ പ്രയാസം നമുക്ക് ഇല്ലാതാക്കി കൊടുത്തൂടെ? ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാതാക്കി കൊടുത്തൂടെ? ഒരു മനുഷ്യന്റെ മാനസിക പ്രയാസം നമുക്ക് മാപ്പിലൂടെ പരിഹരിച്ചു കൊടുത്തൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നല്ല മനുഷ്യരെ കുറിച്ച്. ആരാണ് നല്ല മനുഷ്യർ? അല്ലാഹു അവർക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണ് സ്വർഗം ഒരുക്കി വെച്ചത്? വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർ. സഹോദരങ്ങളെ, നമ്മൾ ആർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളിപ്പോ ജീവിക്കുന്നത് അള്ളാന്റെ മാപ്പിലാ. നമ്മളെല്ലാരും വാപ്പുണ്ട്, ആ വാപ്പാക്ക് അള്ള മാപ്പ് കൊടുത്തു. ആ മാപ്പാണ് ഇന്ന് നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്. ആദം നബിക്ക് കൊടുത്ത മാപ്പ. വയഅഫു അൻ കസീർ, അള്ള ഖുർആനിൽ പറ മിക്കതും അള്ള മാപ്പാക്കാണ്. എന്താണ്? മനുഷ്യൻ ചെയ്യുന്ന നെറികേടുകൾ കൊണ്ട് അല്ലാഹു തആല ഈ ഭൂമിയെ ശിക്ഷിക്കുകയാണെങ്കിൽ റബ്ബിന്റെ പിടുത്തം കുറച്ച് ശക്തമായ പിടുത്തമായിരിക്കും. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മനുഷ്യന്റെ മുഴുവൻ കൊള്ളരുതായ്മകളും അല്ലാഹു പതിയിരുന്ന് നിരീക്ഷിക്കുന്നവനാണ്. മിർസാദാണ് റബ്ബ്. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? എന്തിനത് പറഞ്ഞത്? നമ്മൾ ജീവിക്കുന്നത് സഹോദരങ്ങളെ, നമ്മളുണ്ടാക്കിയ വീട്, ആ വീട് നിലനിൽക്കുന്നത് നമ്മുടെ പറമ്പിലെ മരച്ചില്ലകളിലെ പക്ഷികളെ കൂടാണ്. ഓർക്കണം, കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കൊട്ടാരം നിലനിൽക്കുന്നത് ആ പറമ്പിലെ ഏതെങ്കിലും മരച്ചില്ലകളിൽ കൂടുകെട്ടിയ പറവകളാണ്. മരച്ചില്ലകളിൽ അന്നം തേടി പറന്നു പോകുന്ന പറവകളില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുക്ക് തസ്ബീഹ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരു തസ്ബീഹ് പോലും മുടക്കാതെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും പറവകളും പ്രാണികളും ഇഴജന്തുക്കളും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, കുറെ സാധുക്കളായ മനുഷ്യന്മാര് അള്ളാഹു അവർക്ക് കൊടുക്കാതിരുന്നിട്ടും തസ്ബീഹ് അവർ കുറച്ചിട്ടില്ല. അള്ളാഹു ചോദിച്ചതൊന്നും കൊടുക്കാതിരുന്നിട്ടും, ദുനിയാവ് പരിമിതപ്പെടുത്തിയിട്ടും, ദുനിയാവിൽ ആഗ്രഹിച്ചതൊക്കെയും കിട്ടാതിരുന്നിട്ടും, ചോദിച്ചിട്ടും കിട്ടാതിരുന്നിട്ട് പോലും ഒരു പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ഒരു തസ്ബീഹിനും കോട്ടം വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള കുറെ മിസ്കീന്മാര് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷ നേരം പോലും ഈ ഭൂമി ഉണ്ടാവില്ല. അള്ളാന്റെ മാപ്പിലാ നമ്മൾ ജീവിക്കുന്നത്. തുഹിബ്ബുൽ അഫ്വ, തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ നിനക്ക് മാപ്പിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹ് ചോദിക്കുകയാണ് സിദ്ദീഖുൽ അക്ബറിനോട്. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു. ആരാണെന്നറിയാം? നമ്മളെ ഈമാനും അദ്ദേഹത്തിന്റെ ഈമാനുമുള്ള വ്യത്യാസം അറിയാം. എന്താ ചോദിച്ചത്? അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു വൽയഅഫു, മാപ്പ് കൊടുക്കണം, മാപ്പ് കൊടുക്കണം, അഫ്വ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു മാപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാ ഫഅഫു അന്നി, എന്നോട് മാപ്പാക്ക് റബ്ബേ, എന്നോട് മാപ്പാക്ക് റബ്ബേ. ആ മാപ്പിലായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടു പോകേണ്ട നാളെ പരലോകത്ത്. ഇവിടെ നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അല്ലാഹു തആല ഈ പ്രാർത്ഥന കബൂൽ ചെയ്യൂല. റസൂലിന്റെ അടുക്കൽ വന്നിട്ടൊരു സഹാബി ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, സ്വർഗം കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം, എന്താ ചെയ്യേണ്ടത്? റസൂൽ പറഞ്ഞു, വബ്കി അലാ ഖതീഅതിക, നിന്റെ തെറ്റിനെ കുറിച്ച് ഓർത്തൊന്ന് കരയേ, കണ്ണുനീര് പോലും പോരൂല,
കണ്ണുനീര് വരൂല, അള്ളാഹ് തടഞ്ഞു പോകും. ഒരു ഹജ്ജിന് പോയ ഹജ്ജിലെ ഒരു ഗ്രൂപ്പിൽ, ഒരു ഹജ്ജ് ഗ്രൂപ്പിലെ അമീർ അദ്ദേഹം പറയാണ്, ഹജ്ജിന് ആൾക്കാർ വന്നു. ഹജ്ജിൽ അറഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ളുഹർ മുതൽ മഗ്രിബ് വരെ ഉള്ളൂ. ബാങ്ക് കൊടുത്ത നിസ്കാരം പോലും അവിടുന്ന് ഇല്ല. ബാങ്ക് കൊടുത്ത വേഗം അവിടുന്ന് പോകണം. എന്നിട്ട് നിസ്കാരം മുസ്ദലിഫില. ളുഹർ മുതൽ മഗ്രിബ് വരെയാണ് അറഫ. എന്താ അറഫ? അൽ ഹജ്ജു അറഫ. 10,000-കണക്കിന് ആളുകൾ മദീനത്തും മക്കത്തും വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ടാകും ഹജ്ജിന് വന്നവർ. അവരെപ്പോലും ആംബുലൻസുകളിൽ അറഫയ്ക്ക് കൊണ്ടുവരും. ഏത് മാരക രോഗിയെയും ഹജ്ജിന് വന്നിട്ട് അറഫ കിട്ടി, ഹജ്ജ് കിട്ടി. ആ മണിക്കൂറുകൾ, ഏതാനും മണിക്കൂറുകൾ ളുഹർ മുതൽ മഗ്രിബ് വരെ ടെന്റുകൾ, അറഫയിലെ ടെന്റുകൾ അറിയാം, കരയാത്ത ഒരു മനുഷ്യനുണ്ടാകൂല. 40 ലക്ഷം ഹജ്ജിമാരുണ്ടെങ്കിൽ 40 ലക്ഷം പൊട്ടി കരയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? സഹോദരങ്ങളെ, നമുക്കൊക്കെ മരണത്തിന് മുന്നിലുള്ള പേടി എന്താ? മരിക്കാനുള്ള പേടി എന്താ? പേടിയുണ്ടില്ല എന്ന് പറയണ്ട. മരിക്കാനുള്ള പേടി എന്താണെന്നറിയോ? നമ്മളെ സ്വത്ത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുക എന്നുള്ള പേടിയല്ല. മരിക്കാനുള്ള പേടി ഇതുവരെ നമ്മൾ ജീവിച്ചു എന്നുള്ള പേടിയാ. പടച്ചോനെ, എന്റെ സ്വർഗം എനിക്ക് കിട്ടുമോ, നരകം രക്ഷപ്പെടുമോ? ഇതുവരെ നമ്മൾ ജീവിച്ച നമ്മളെ തിന്മകളെ കുറിച്ചുള്ള പേടിയാണ്. അല്ലേ സഹോദരങ്ങളെ? എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച ഉടനെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിലാകൂലേ ഞാൻ, അല്ലേ? എങ്കിൽ അതിനൊരു അവസരം പടച്ചോൻ തരികയാണ്. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മനുഷ്യന്മാര് ഏതാനും മണിക്കൂറുകൾ സമയം കൊണ്ട് 10-60 കൊല്ലത്തെ പാപങ്ങൾ കരഞ്ഞു തീർക്കുന്ന സമയമാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 10-60 കൊല്ലത്തെ പാപങ്ങൾ കഴുകിക്കളയണം. തികയാതെ വരും ആ സമയം. പൊട്ടിക്കരഞ്ഞിട്ട പ്രാർത്ഥിക്കുക. അങ്ങനെ ടെന്റുകളിൽ പ്രാർത്ഥിക്കുമ്പോ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് കരച്ചിലും വരുന്നില്ല, പ്രാർത്ഥനയില്ല, അറഫയുടെ സൗന്ദര്യം കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പം അമീർ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് വന്നിട്ട് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അറഫ മുഴുവനും പൊട്ടിക്കരയുന്നത് കാണുന്നില്ലേ? നിങ്ങളെന്താ പ്രാർത്ഥിക്കാനൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കരച്ചിൽ വരുന്നില്ല, എനിക്കൊരു വികാരവും വരുന്നില്ല. അദ്ദേഹം അവിടെ ഇരുത്തി കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു, കുടുംബകാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറേ കാര്യങ്ങൾ കുടുംബവും ഭാര്യയും മാതാപിതാക്കളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഉമ്മയുമായി ഞാൻ കുറച്ച് പിണക്കത്തിലായിരുന്നു, സ്വത്തിന്റെ വിഷയത്തിൽ ഉമ്മയുമായി കുറച്ച് പിണക്കത്തിലായിരുന്നു. പക്ഷെ ഹജ്ജിന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് വിളിക്കണം, ഉമ്മാനെപ്പോ വിളിക്കണം അറഫിന്ന്. ഫോണിൽ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഫോണിൽ വിളിച്ചു. ഫോണിൽ അമീർ പറയുന്നത് പോലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഉമ്മ ഞാൻ അറഫിന്നാ വിളിക്കണത്, ഉമ്മ എന്തെങ്കിലും ഉമ്മക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് ഉമ്മ പറഞ്ഞു, മോനെ, ഈ ഉമ്മാനെ അറഫയിൽ വെച്ച് മോൻ ഓർത്തല്ലോ, അറഫയേക്കാൾ ഷറഫാക്കപ്പെട്ട സ്ഥലം വേറുണ്ടോ? ആ അറഫീന്ന് ഉമ്മാനെ വിളിച്ചില്ലേ? ഉമ്മാന്റെ മനസ്സിൽ കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ പോയി മോനെ, ഉമ്മാന്റെ പൊന്നു മോനോട് ഉമ്മാക്കൊരു വിഷമില്ല മോനെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയ നിമിഷം ആ മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി, കണ്ണിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, അവിടെ ആ മനുഷ്യന്റെ കണ്ണീരിനെ തടഞ്ഞു വെച്ചത് എന്താണ്? ആ കണ്ണീരിനെ തടച്ചു വെച്ച വിഷയം എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാപ്പ് കിട്ടേണ്ടവരില്ലെന്ന് നമുക്ക് മാപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ, നമ്മളോട് പൊറുക്കേണ്ടവരില്ലെന്ന് നമുക്ക് പൊറുക്കൽ ലഭിച്ചില്ല എങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഫഅഫു അന്നി, എന്നോട് മാപ്പാക്കണമേ എന്ന് ആവർത്തിച്ച് നമ്മളെ റമളാനിന്റെ അവസാനത്തെ പത്തിൽ പറയുമ്പോൾ ഇതിന്റെ ആശയങ്ങളൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ഒരു തവണയെങ്കിലും നമുക്ക് പറ്റിയാൽ റബ്ബ് അല്ലാഹു തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറായിരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച അസ്തമയം കഴിഞ്ഞ് 20 മിനിറ്റ് ചന്ദ്രൻ അസ്തമിക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും മാസം കാണാം. മാസം കണ്ടാൽ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഈദുൽ ഫിത്ർ ആയിരിക്കും. 7:30 നമ്മുടെ ഈദ്ഗാഹ് നടക്കുക. അതുകൊണ്ട് വുളൂ ചെയ്ത് എല്ലാവരും മുസല്ലയുമായി 7:30 കൃത്യസമയത്ത് നമ്മുടെ ഈദ്ഗാഹിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കാം. ഫിത്ർ സക്കാത്ത് തുഹറത്തുൽ ലിസ്സായിം വ തുഹമ്മത്തുൽ മസാക്കീൻ,
നോമ്പുകാരൻ്റെ ചെറിയ 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 തെറ്റുകൾക്കൊക്കെയുള്ള പരിഹാരമാണ് ഫിത്ർ സക്കാത്ത്. അത് എല്ലാവരും കൊടുക്കണം. അന്നത്തെ ചെലവിന് വകുപ്പ് ഉണ്ടായിട്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ചെലവ് കഴിച്ച് ബാക്കി ഉള്ളവരൊക്കെയും കൊടുക്കണം. അങ്ങനെ എല്ലാ ആൾക്കാരും കൊടുക്കണം. അന്ന് ഈദ്ഗാഹിന് മുമ്പ് പ്രസവിക്കുന്ന കുഞ്ഞിന് വരെ കണക്കാക്കിയിട്ട് കൊടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ് ഉള്ളത്. ആ 100 രൂപ ഇൻഷാ അല്ലാഹ് റമദാൻ 20 മുമ്പായിട്ട് ഇവിടെ ഏൽപ്പിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അലക്കത്ത് ഇങ്ങോട്ടും കൊടുക്കപ്പെടുന്ന അങ്ങോട്ടും കൊടുക്കാതെ ഫിത്ർ സക്കാത്ത് അല്ല. ഫിത്ർ സക്കാത്ത് നമ്മൾ അർഹതല്ലാത്തൊരു വാങ്ങാൻ സക്കാത്താ. ഫിത്ർ സക്കാത്ത് സക്കാത്ത തുഅമത്തുലിൽ മസാക്കീന, മിസ്കീമാർക്കും ഫക്കീർമാർക്കും കൊടുക്കേണ്ടത്. ഫക്കീർമാർ മിസ്കീമാരല്ലാത്ത ആൾക്കാർ ഫിത്ർ സക്കാത്ത് കൊടുക്കും ചെയ്യരുത്, വാങ്ങും ചെയ്യരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സക്കാത്താണ്, സക്കാത്തിന്റെ അവകാശികൾക്കേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് ഇത് കൊടുക്കരുത്. അത് ഫിത്ർ സക്കാത്ത് പള്ളിക്ക് കൊടുത്തവരൊക്കെ ഒരു പൊതി വാങ്ങിപ്പോവുക എന്നുള്ളതല്ല. അതിന് അർഹനാണോ, സക്കാത്ത് വാങ്ങാൻ അർഹനാണോ, സക്കാത്തിന്റെ അർഹരായ ഫക്കീർ മിസ്കീൻ അവർക്കാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സക്കാത്തൊക്കെ സൂക്ഷ്മതയോടെ കൃത്യമായി ചെയ്യാം. നമ്മൾ മറ്റേ സക്കാത്തും സാധാരണ കൊടുക്കുന്ന മറ്റ് ഫിത്ർ സക്കാത്ത് അല്ലാത്ത സക്കാത്തൊക്കെ അവകാശികളായ ആളുകളൊക്കെ കൊടുക്കുക. സക്കാത്ത് കമ്മിറ്റി ഇവിടെ ഉണ്ട്. എല്ലാ റമദാനിലും നമ്മൾ കണക്ക് അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷവും നമുക്ക് കഴിഞ്ഞ റമദാനിന് ശേഷം കിട്ടിയത് 78,575 രൂപയാണ്. ഇതുവരെ ചെലവായത് 56,000 രൂപയാണ്. ഇനി 22,579 ബാക്കിയുണ്ട്. അതൊരു പാവപ്പെട്ട ഒരാളുടെ വീട് പണിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവൃത്തി അടുത്ത് നടക്കും. അപ്പോൾ ഇവിടെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് കൃത്യമായി കണക്ക് കൂട്ടി കൃത്യമായി അത് കൊടുക്കണം. സക്കാത്ത് അതാണ്. സക്കാത്ത് ഇല്ലാത്തവരുടെ നിസ്കാരമൊക്കെ വെറുതെ മാറും. സക്കാത്തും നിസ്കാരം ഖുർആനിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാ. അത് രണ്ടായാൽ നിസ്കാരം പോലും വെറുതാവും. സക്കാത്ത് കൃത്യമായിരിക്കണം. അതുകൊണ്ട് കൊടുക്കേണ്ട ആളുകളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ പിന്നിട്ട ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കിടക്കുന്നവർ അല്ലാഹു അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് ഈ സാധുക്കളായ നമ്മളിൽ നിന്ന് നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ന്യൂനതകളും പോരായ്മകളും ഉള്ളവരാണ് നമ്മളൊക്കെയും. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് റബ്ബ്. അല്ലാഹു തആല പറഞ്ഞത് ഞാൻ ഓതി വെച്ച അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, അല്ലാഹുവാണ് അവന്റെ അടിമകളും തൗബ സ്വീകരിക്കുന്നവൻ. അല്ലാഹുവാണ്, അല്ലാഹു അവന്റെ അടിമകളും തൗബ സ്വീകരിക്കും. വയഅഫു അനിസ് സയ്യിആത്ത്, എല്ലാ തിന്മകളും അല്ലാഹു മാപ്പാക്കി കൊടുക്കും. വയഅഫു അനി സയ്യിആത്ത്, തിന്മകളൊക്കെ മാപ്പാക്കി കൊടുക്കുന്നതും അല്ലാഹുവാണ്. വയഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യവും അവൻ അറിയും. നമ്മൾ ചെയ്ത നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും രാവും പകലും ഒരുപോലെ അറിയുന്നവനാണ് റഹ്മാനായ റബ്ബേ നീ. അതുകൊണ്ട് ഉപാധികളില്ലാത്ത മാപ്പ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ. നാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും രണ്ട് വിഭാഗത്തെ വേർപിരിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ഈ ഭാഗത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ. മരണസമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ, ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതുവരെ ഈമാൻ നഷ്ടപ്പെടാതെ നിലനിർത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അൻസുർ إخواننا في فلسطين، اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في سائر بلاد المسلمين، اللهم أنزل عليهم السكينة والسلامة والأمن. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وسائر عباداتنا وتمم تقصيرنا وقض حوائجنا يا قاضي الحاجات. اللهم إنك عفو تحب العفو فاعف عنا، اللهم إنك عفو تحب العفو فاعف عنا، اللهم إنك عفو تحب العفو فاعف عنا. ربنا لا تؤاخذنا إن نسينا أو أخطأنا، ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا واغفر لنا، ربنا واغفر لنا واعف عنا واغفر لنا وارحمنا، أنت مولانا.